بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها كل محدثة بدعة بسم الله عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي മഹാന്മാരായ ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, മറ്റ് ബഹുമാനികളായ ആലിമീങ്ങളെ, ദീനിന്റെ സഹായികളും നെടുന്തൂണുകളുമായ ബഹുമാനപ്പെട്ട ഉമറാക്കളെ, ദീനിന്റെ കാവൽക്കാരായ ബഹുമാനപ്പെട്ട യുവ സഹോദരങ്ങളെ, ബഹുമാനമുള്ള വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അല്ലാഹു നാം എല്ലാം ഒരുമിച്ച് കൂടിയത് സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അള്ളാഹിന്റെ മുത്തഖീങ്ങളിൽ മുഖറബീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്കെല്ലാം മഗ്ഫിറത്ത് നൽകട്ടെ. അള്ളാഹു മരിച്ചവർക്കെല്ലാം ഫിർദൗസിന്റെ വാതിൽ തുറന്നു കൊടുക്കട്ടെ. അള്ളാഹു ഈ ചന്തപ്പെട്ട ദിവസം നമ്മൾ സന്തോഷിക്കുമ്പോൾ പോലെ ലോകത്തെ എല്ലാ മുസൽമാന്റെയും ഖബറുകൾ അള്ളാഹു സന്തോഷിപ്പിച്ചു കൊടുക്കട്ടെ. എല്ലാ മുസ്ലിമിന്റെ ഖബറും അള്ളാഹു തആല സന്തോഷിപ്പിച്ചു കൊടുക്കട്ടെ. ആരെങ്കിലും അദാബിലാണെങ്കിൽ അള്ളാഹു തഖ്ഫീഫ് ചെയ്യുകയും അള്ളാഹു നീക്കി കൊടുക്കുകയും ചെയ്യട്ടെ. അള്ളാഹു എല്ലാ ഖബറുകളും അവന്റെ മഹലായ ഫദ്ല് കൊണ്ട് സന്തോഷിപ്പിച്ചു കൊടുക്കട്ടെ. അള്ളാഹു എല്ലാവർക്കും ഒരുമയും ഒത്തൊരുമയും സ്നേഹവും ബന്ധവും നൽകട്ടെ. അള്ളാഹു മുസ്ലിം ഉമ്മത്തിന് വിജയം നൽകട്ടെ. അള്ളാഹു ഇസ്സത്ത് നൽകട്ടെ. അള്ളാഹു തആല നമ്മളൊക്കെ സന്തോഷിച്ച് പെരുന്നാൾ ആഘോഷിച്ച ഈ ദിവസത്തിൽ ഇറാഖിലും ഫലസ്തീനിലുമുള്ള അമേരിക്ക നരനായാട്ട് നടത്തിയ അനവധി പ്രദേശങ്ങളിൽ മുസ്ലിം വീടുകൾ വളരെ വിഷമത്തിലും ബുദ്ധിമുട്ടിലുമാണ്. മര്യാദക്കൊരു ഭക്ഷണം കഴിക്കാത്ത വീടുകൾ, പുത്തനുടുപ്പെടുക്കാത്ത വീടുകളൊക്കെ ധാരാളം ഉണ്ടാകും. പടച്ചതമ്പുരാൻ അവർക്ക് അവരുടെ വിഷമങ്ങളെ നീക്കി കൊടുക്കട്ടെ. അള്ളാഹു അവരെ വിഷമങ്ങളെ നീക്കി കൊടുക്കട്ടെ. അവരിലേക്ക് കയ്യ് നമുക്ക് എത്തുകയില്ല, പക്ഷേ അള്ളാഹിന്റെ കയ്യ് എല്ലാവരിലേക്കും എത്തും. അള്ളാഹിന്റെ കയ്യ് വളരെ നീണ്ടതാണ്. അള്ളാഹിന്റെ കയ്യ് അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അവന്റെ റഹ്മത്ത്, അവന്റെ കൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്റെ റഹ്മത്താണ്. ആ റഹ്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നൽകട്ടെ. അല്ലാഹു എല്ലാവർക്കും നൽകട്ടെ. അല്ലാഹു ആ റഹ്മത്തിന്റെ വാതിൽ അവർക്ക് തുറന്നു കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് സഹകരിച്ചവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അവരെ നരനായാട്ട് നടത്തുകയും മധ്യേഷ്യയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്ത തമ്മാടികളായ അമേരിക്കൻ ഇംപീരിയലിസത്തെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ. അള്ളാഹു അവരെ പരാജയപ്പെടുത്തട്ടെ. അള്ളാഹു ഇനിയെങ്കിലും അവർക്ക് ഹിദായത്തിലേക്ക് ഒരു മടക്കം നൽകട്ടെ. അള്ളാഹു ജോർജ് ബുഷിന് ഹിദായത്ത് കൊടുക്കട്ടെ. അള്ളാഹു ജോർജ് ബുഷിന് ഹിദായത്ത് കൊടുക്കട്ടെ. ജോർജ് ബുഷിനും അവനെ പോലത്തെ തമ്മാടികൾക്കും അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. അവർക്ക് ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അവന്റെ ശുറൂറിനെ തൊട്ട് മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കൾ, കഴിഞ്ഞപോയ ആലിമീങ്ങൾ, സയ്യിദന്മാർ, അവരെയൊക്കെ ഇതുപോലെ പ്രതിസന്ധി സാഹചര്യങ്ങളിൽ നെഞ്ചുകാട്ടി ഉരുക്കുപോലെ നിന്ന് സഹായിച്ച ഉമറാക്കൾ, നേതാക്കൾ, യുവ സഹോദരങ്ങൾ പലരും മരിച്ചുപോയി. എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ഇത് ആരെയെങ്കിലും കുറ്റം പറയാനുള്ള ഒരു വേദിയോ മറ്റോ അല്ല. അങ്ങനെ ആരും ധരിക്കുകയും ദയവായി ചെയ്യരുത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, അങ്ങനെ പറയുക എന്നത് നമ്മുടെ ഒരു രീതിയുമല്ല. ഖുർആൻ സ്റ്റഡി സെന്ററിന്റെയോ സമസ്ത ജമിഅത്തുൽ ഉലമയുടെയോ ഒരു രീതിയോ ഒരു പ്രവർത്തനമോ അല്ലാതെ. എന്നാലാകട്ടെ, മാത്രമല്ല, സമുദായം വളരെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യവുമാണ്. വളരെ പ്രധാനമായി സമുദായം ഇന്ന് ഒറ്റക്കെട്ടായി നിൽക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
പക്ഷേ ഒറ്റക്കെട്ടായി സമുദായം നിൽക്കുക എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം തോന്നിയവാസം പോലെ ജീവിക്കാൻ എല്ലാവരെയും കയറൂരി വിടുക എന്നല്ല. അങ്ങനെ ആരും മനസ്സിലാക്കി പോകരുത്. അങ്ങനെയുള്ള ഒറ്റക്കെട്ടുകൾക്ക് അർത്ഥവുമില്ല. ഇത് മുസ്ലിം സമുദായത്തിന് കുറെ ആൾക്കൂട്ടം എന്നത് മുസ്ലിം സമുദായത്തിന്റെ വലിപ്പത്തരവുമല്ല. പകരം മുസ്ലിം സമുദായത്തിന്റെ വലിപ്പത്തരം അവരുടെ ഈമാനികമായ ഇസ്സത്താണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് പറയേണ്ടത് പറയാതെയുള്ള ഒരു ഖുർആൻ ക്ലാസ് എന്നതൊന്നും നടക്കുന്ന ഒരു സംഗതിയല്ല. ഇനി ആരെങ്കിലും കരുതിക്കൂട്ടി മാത്രം ഒരാളെ പറയുക എന്നും ധരിക്കേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ എല്ലാവരോടും പറയേണ്ട സമയത്ത് പറയാനുള്ള ചില വിഷയങ്ങൾ പറയാറുണ്ട്. അത് പറയുകയും വേണം. അതൊരു വിഷയത്തിൽ ഏൽപ്പിക്കപ്പെട്ടവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഈ കൊല്ലത്തെ റമളാൻ പ്രഭാഷണങ്ങളിലും അങ്ങനെ തിരുത്തേണ്ടവരെ തിരുത്തിയിട്ടുണ്ട്. ഈ കൊല്ലത്തെ റമളാൻ പ്രഭാഷണത്തിൽ പോലും കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ വളരെ പ്രധാനപ്പെട്ടവരാണ്. അദ്ദേഹത്തിന്റെ ഒരഭിപ്രായം പറഞ്ഞപ്പോൾ ആ അഭിപ്രായം ജനങ്ങൾ തെറ്റിദ്ധരിക്കുമെന്ന് മനസ്സിലാക്കി അവിടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിം ജനനേതാവിനെ അവിടെ ഇരുത്തി നമ്മൾ തിരുത്തിയിട്ടുണ്ട്. അത് ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു കടമയും കർത്തവ്യവുമാണ്. ആരും ഒന്നിനും അതീതരല്ല. സത്യം ഇവിടെ നടക്കേണ്ടതാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മാസപ്പിറവിയോടനുബന്ധിച്ചുകൊണ്ട് പറഞ്ഞതിൽ ഒരഭിപ്രായക്കേട് ഈ അടുത്ത് ഒരു മുസ്ലിം നേതാവ് പറഞ്ഞു പോയി. അദ്ദേഹം തന്നെ അറിയാതെ പറഞ്ഞതുമാകാം. അദ്ദേഹത്തിന് തന്നെ അങ്ങനെ അഭിപ്രായം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഒരു സദസ്സിൽ മാസപ്പിറവിയെ കുറിച്ച് നാളിതുവരെ മുസ്ലിം സമുദായം പുലർത്തിപ്പോന്ന ആലിമീങ്ങൾ പുലർത്തിയ അഭിപ്രായത്തിനെതിരെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം പിന്നെ നോക്കാതെ ആ വിഷയം അവിടെ വെച്ച് തന്നെ ഈ നോമ്പിന്റെ തൊട്ടടുത്ത മുമ്പ് ദിവസങ്ങളിലായി തിരുത്തേണ്ടി വന്നിട്ടുണ്ട്, തിരുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ എന്നാൽ വതവാസൗ ബിൽ ഹഖാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അത് ആർക്കുണ്ടാകും, സ്വദേശപരമായി ആർക്കും തിരുത്താം. ഇനി പറയുന്നത് നമ്മൾ മാത്രം തിരുത്തി കൊടുക്കുന്നവർ എന്നല്ല, നമ്മളും തിരുത്തേണ്ടവരാണ്. പക്ഷെ തിരുത്തേണ്ട രൂപത്തിൽ പറഞ്ഞാൽ തിരുത്താൻ ഏത് കാര്യത്തിനും ഇവിടെ പറയുന്ന എന്റെ വാക്ക്, ഞാൻ പറയുന്നത് കേവലം ഒരു വിഷയത്തിന്റെ അവസാന വാക്കാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാലാകട്ടെ അത് ഉന്നതമായ വാക്കായി തീരുന്നത് അത് മുൻഗാമികളായ സ്വാലിഹീങ്ങൾ പറഞ്ഞ വാക്കായതുകൊണ്ടാണ്. മുൻഗാമികളായ സ്വാലിഹീങ്ങളുടെ രീതിയിലാണ് അവർ പറഞ്ഞ വിഷയവും അവർ പറഞ്ഞ രീതിയും നമ്മൾ അവലംബിക്കുമ്പോൾ നമ്മൾ കുറ്റമറ്റവരായി തീരുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാതെ വിഷയങ്ങൾ നമ്മൾക്ക് കയറൂരി വിടുകയും നമ്മളിവിടെ എല്ലാവരെയും തിരുത്തുന്നവരാൾ എന്നതിനർത്ഥവുമില്ല. അള്ളാഹു അതിനെ തൊട്ടൊക്കെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിലും വിനയമുള്ളവരിലും ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് പറഞ്ഞതെല്ലാം സ്വദേശമാണ്, എന്നാൽ പറഞ്ഞതെല്ലാം പറയേണ്ടതുമാണ്. അതിലൊരു അക്ഷരത്തിൽ പോലും ഇപ്പോഴും പിൻവാങ്ങുന്ന വിഷയവുമില്ല. വളരെ ഗൗരവമായി മുസ്ലിം സമുദായം ചിന്തിക്കണം. മുഅ്മിനീങ്ങളെ, എന്താണ് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തം എന്ന് നമ്മൾ ഗഹനമായി മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നമ്മൾ സുന്നികൾ. ഖുർആൻ ശ്രീ സെന്റർ എന്ന ഒരു പ്രവർത്തനവുമായി നമ്മൾ വരാനുള്ള അടിസ്ഥാനപരമായ കാരണങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന്, ദീനിന്റെ അകത്ത് ഈ അടുത്ത കാലഘട്ടങ്ങളിലായി സമുദായത്തിന്റെ അകത്തെ ഒരു 10-20 കൊല്ലത്തിന്റെ ഉള്ളിലായി ക്രമാതീതമായി ഫിസ്ഖ് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അത് ക്രമാതീതമായി വളർന്നിരിക്കുകയാണ്. എവിടെയും ക്രമാതീതമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, മദ്യപാനം വിഷയമല്ലാതായി. വളരെ ഗൗരവമായി നമ്മളത് ചിന്തിക്കണം. ഇവിടെ കാരാടിപ്പള്ളിയിലെ താമരശ്ശേരി കാരാടിപ്പള്ളിയിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റോ സെക്രട്ടറിയോ എന്തായാലും എനിക്ക് ഓർമ്മയില്ല, ഏതായാലും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ ഞാനും വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാരും കൂടി നിൽക്കുകയാണ്.
പള്ളിയുടെ ഉള്ളിൽ, കാരാടി പള്ളി, താമരശ്ശേരി കാരാടി എന്നല്ലേ പറയാം, കാരാടി പള്ളിയുടെ ഉള്ളിൽ ഞാനും വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാരും കൂടി നിൽക്കുകയാണ് കഴിഞ്ഞതിന്റെ മുകളിലെ കൊല്ലം. അപ്പോൾ നാസവൈസുണ്ട് നാസാസിന് എന്റെ ഓർമ്മ. അപ്പോൾ അവിടെ വെച്ച് ആ പള്ളിയിലെ പ്രസിഡന്റോ സെക്രട്ടറിയോ എനിക്ക് ഓർമ്മയില്ല, വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതനായ ഒരു ഹൈന്ദവ സഹോദരൻ തലേ 2 ദിവസങ്ങൾക്ക് മുമ്പ് രാത്രി താമരശ്ശേരി ബാറിലേക്ക് കള്ളു കുടിക്കാൻ കയറിയത്ര. ഒരു ഹിന്ദുവായ സഹോദരൻ, ഒരു അമുസ്ലിമായ സഹോദരൻ പറഞ്ഞ ഒരു വാർത്ത. ആ സെക്രട്ടറി, അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആൾ ഞങ്ങളെ മുന്നിൽ പറയാം, ഈ ഹിന്ദുവായ സഹോദരൻ കള്ളു കുടിക്കാൻ വേണ്ടി ബാറിലേക്ക് കയറി. അപ്പോൾ നോക്കുമ്പോ സ്ഥലമില്ല, എല്ലാ സ്ഥലത്തും ഇരുന്നിട്ട് മാപ്പിളാര് കുടിക്കാം. അയാള് പറഞ്ഞോത്തരെ അയാൾ പറഞ്ഞു, നമ്മളെ ഈ പ്രവർത്തകൻ ഞങ്ങളോട് പറയാണ്, ആളെ പേരെനിക്ക് അറിയാം, പക്ഷെ ഞാൻ അറിയാത്തതാ. അവൻ എന്നോട് പറഞ്ഞു, എന്റെ ഹിന്ദുവായ സ്നേഹിതനോട് പറഞ്ഞു, മാപ്പിളാര് ഇരുന്നിട്ടുള്ള ആ കുടിക്കുന്ന രസം കണ്ടിട്ട് നമ്മളെ ഒരാളും ആ കൂട്ടത്തിൽ ഇല്ലല്ലോ എന്ന് വേദന തോന്നിപ്പോയി. അല്ല, അങ്ങനെയാ പറഞ്ഞു, നമ്മളൊരാൾ ആ കൂട്ടത്തിൽ കള്ളുടിക്കണില്ലല്ലോ എന്നൊരു വേദന തോന്നിപ്പോയി. മാപ്പിളാരിക്കുന്ന കുടിക്കുന്ന ആ ചുരുക്ക് കണ്ടിട്ട് ഇത് ഇന്ന് ക്രമാതീതമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. മോമിനിയങ്ങളെ, ഇത് തടയലല്ലാത്ത ഒരു ലക്ഷ്യം ഒന്നാമതായി ഇതിന്റെ മുന്നിലില്ല. ഇതിനെന്താണ് പരിഹാരം എന്ന് ചിന്തിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട SKSFന്റെ നേതാക്കളും പാണക്കാട്ടെ ബഹുമാനപ്പെട്ട നമ്മുടെ സഹീരന്മാരും കൂടിയിരുന്ന് ആലോചിച്ചതിന്റെ ഒരാലോചന ഫലമാണ് ബഹുമാനപ്പെട്ട ഖുർആൻ സ്റ്റഡി സെന്റർ എന്ന ഈ പ്രവർത്തനം. അതിന് സന്ദർഭവശാൽ നറുക്ക് വീണുപോയത് എനിക്കാണ് എന്ന് മാത്രം. അത് ഇനി എന്നും എനിക്ക് നറുക്ക് വീഴണം എന്നുമില്ല, ഇനി ഞാൻ തന്നെ ആകണം എന്നുമില്ല. എന്താണെങ്കിലും സ്വദേശപരമായി തുടങ്ങി അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിന്നാൽ ഒരു കൂലി എനിക്കും ഉസ്താദുമാർക്കും, ഇങ്ങനെ നമ്മുടെ ഈ പ്രവർത്തകന്മാർ സാദിഖലി തങ്ങൾക്കൊക്കെ ഉണ്ടാവും. ഇത് നിലനിൽക്കുകയും വേണം. ഇനി ഇവിടെ കൊടുവള്ളി നടത്തിയ ഒരു പരിപാടിയെ കുറിച്ച് പറഞ്ഞു, അതും ആക്ഷേപിക്കപ്പെടേണ്ട ഒരു സംഗതിയല്ല. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഇഹ്സാന്റെ പ്രതിഫലം മറ്റൊരു ഇഹ്സാനാണ്. അത് ആദ്യത്തെ മുഹ്സിനാണ്, അതിന്റെ സിംഹഭാഗവും ലഭിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത്രേ ഉള്ളൂ. ഖുർആൻ തന്നെ അങ്ങനെ പറഞ്ഞു, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഇഹ്സാന്റെ പ്രതിഫലം ഇഹ്സാൻ അല്ലാതെ മറ്റെന്താണ്? ഏതായാലും ഖുർആൻ ക്ലാസിന്റെ പ്രചാരം നാടിൽ ഉണ്ടാവുക അൽഹംദുലില്ലാഹ് വലിയ കാര്യം തന്നെയല്ലേ. ഉണ്ടാവട്ടെ, ഇനിയും പണ്ഡിതന്മാരുണ്ടാവട്ടെ, ഉണ്ടാവുകയും വേണം. പണ്ഡിതത്തിന്റെ അവസാനം നമ്മളാണ് എന്ന് ധരിക്കരുത്. അതല്ല, അത് ഈ വേദി പോലും സാക്ഷിയാണ്. വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇവിടെ മുന്നിലിരിക്കേണ്ട ഈ കൂട്ടത്തിൽ ആർക്കും ഇരിക്കാവുന്ന രൂപത്തിലാണ് ഇവിടെ കസേരട്ടിട്ടുള്ളത്. ഇതിന്റെ ബാക്കിൽ ആളുകൾ ഇരുന്നിട്ട് തിക്കുന്നുമുണ്ട്. എന്റെ ഒരാൾ ഇങ്ങോട്ട് കയറിയിരിക്കാഞ്ഞു. ഏകദേശം എല്ലാവരും ഒക്കെ വലിയ വ്യത്യാസമില്ലാത്ത പ്രായക്കാരാണ്. ഒരു അവാർഡ് കുഞ്ഞിക്കായ മുസ്ലിയാർ വന്നിരുന്നെങ്കിൽ ഇരുത്താമായിരുന്നു. അപ്പോൾ പിന്നെ അതാണ് അദബ്. എല്ലാവരും കുറച്ചു നേരം ആ കസേര ഒഴിച്ചിടും. അതാണ് ഈ വേദി പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം. അതാണ് വിജയവും. അതിവിടെ നടക്കേണ്ടതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ, ബഹുമാനപ്പെട്ടവർ പങ്കെടുത്ത സദസ്സ് കാത്തിരുന്നു. ആരെ? പാണക്കാട് PMSA പൂക്കോയറ്റങ്ങളെ. എന്തിന്? നിക്കാഹ് ചൊല്ലിക്കൊടുക്കാൻ. ചിന്തിക്കണം. നിക്കാഹിന്റെ മസ്അലകൾ മുഴുവനും പഠിപ്പിച്ചതിൽ ഏറ്റവും വലിയ മുഫ്തി മഹാനാണ്. എന്നിട്ട് കാത്തിരുന്നു. ആരെ കാത്തിരുന്നു? ബഹുമാനപ്പെട്ട പാണക്കാട്ട് PMSA പൂക്കോയറ്റങ്ങളെ. നബ്ബറല്ലാഹു മർഖദ, നബ്ബറല്ലാഹു മർഖദ. അല്ലാഹു സ്വർഗ്ഗത്തിൽ അവരെയൊക്കെ കൂടെ നിൽക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ആ ഒരു അദബ് സ്വന്തം അനുജൻ മഹാനായ EK ഹസൻ മുസ്ലിയാർ മരണപ്പെട്ടു. ആ മയ്യത്തിന്റെ അടുക്കൽ കാത്തിരുന്നു. ആര്? മഹാനായ ശംസുൽ ഉലമ. ആര് വരാൻ? പാണക്കാട് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അല്ലാഹു തആല അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. സ്വന്തം ഭാര്യ ഭരിച്ചിട്ടും അങ്ങനെ തന്നെ ചെയ്തു. ആര് ചെയ്തു? ശംസുൽ ഉലമ റഹിമഹുല്ലാഹ്. ആരാ ശംസുൽ ഉലമ? 20-ാം നൂറ്റാണ്ടിൽ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും മഹാന്മാരിൽ ഒരാൾ. അത് ഞാനൊരു ഭംഗി വാക്കി പറയല്ല, കൽബ് കൊണ്ട് പറയുകയാണ്. അത് കൽബ് കൊണ്ട് പറയാ.
ഈ വെള്ളിമാട് കുന്നിലുണ്ടായിരുന്ന ഒരു വലിയ മനുഷ്യൻ. ആ മനുഷ്യനെ പോലെ ബുദ്ധിയിലും കഴിവിലും കൽപ്പനാധികാരത്തിലും നേതൃപാടവത്തിലും ആ നിലയിലുണ്ടായിരുന്ന ഒരാൾ 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നോ എന്ന് പോലും എനിക്ക് സംശയമാണ്. അത്രയും വലിയ മഹാനായിരുന്നു മഹാനായ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ്. അല്ലാഹു തആല ഫിർദൗസിന്റെ വാതിൽ തുറന്നു കൊടുക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിക്കണം. ഒന്നാമതായി ഈ ഒരു തെമ്മാടിത്തരം ഇവിടെ നിർത്തണം. ഈ മദ്യപാനം, ഇതിന് പരിഹാരം ഉണ്ടാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ രണ്ടാമതായി എന്താ നമ്മുടെ സാഹചര്യം? മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. എല്ലാവരും ഇന്ന് തിന്മകൾക്കെതിരാണ്, തിന്മകളുടെ കൂടെയാണ്. നിങ്ങൾ ചിന്തിക്കുക. സിനിമ എന്നൊരു വിഷയമല്ലാതായി. സിനിമ എന്നത് എല്ലാ തിന്മയുടെയും അടിത്തറയാണ്. 25 കൊല്ലത്തിനിടയിൽ മെഗാ സൂപ്പർ സ്റ്റാർമാരുടെ ഫിലിം റിലീസാകാത്ത ഒരേ ഒരു ഓണം ഈ കൊല്ലമാണെന്ന് എഴുതിയത് മനോരമയാണ്. ഒരു മുസ്ലിം പത്രമാണെങ്കിൽ തിരക്കടില്ല. അത് അങ്ങനെ ഒരു സമുദായ ബോധവൽക്കരണത്തിന് വേണ്ടി എഴുതിയെന്ന് വിചാരിക്കാം. 25 കൊല്ലത്തിനിടയിൽ മെഗാ സൂപ്പർ സ്റ്റാർമാരുടെ ഫിലിം റിലീസാകാത്ത ഒരേ ഒരു ഓണം ഈ കൊല്ലാത്ര. ഇത് നമ്മൾ ചിന്തിപ്പിക്കണ്ടേ? അല്ലാഹു കാക്കട്ടെ. എന്തേ അങ്ങനെ? പത്രക്കാർ അതിനൊരു കാരണം എഴുതി. എന്താ കാരണം? ഈ ഫിലിമുകളൊക്കെ ഭംഗിയാക്കി നടത്തി ബോക്സ് ഓഫീസിൽ പൊട്ടാതെ അതിന് പണാക്കി കൊടുക്കുന്ന സമുദായം ഈ നോമ്പിന്, ഈ ഓണത്തിന് നോമ്പുകാരാ. അതുകൊണ്ട് തൽക്കാലം മെഗാ സൂപ്പർ സ്റ്റാർമാരുടെ ഫിലിം മാറ്റിവെച്ചു. എന്തുകൊണ്ട്? മെഗാ സൂപ്പർ സ്റ്റാർമാർക്ക് 2 കോടി 3 കോടിയൊക്കെ ആക്ടർക്കുണ്ട്, പിന്നെ ആക്ട്രസിന് വേറെയുണ്ട്. വലിയ കോടികൾ ചെലവുള്ളതാണ്. അതുകൊണ്ട് അതാണ് മാറ്റിച്ചു. 1/4 നൂറ്റാണ്ടിന് കാലത്തിനിടയിൽ ഈ 1/4 നൂറ്റാണ്ട് തന്നെയാണ് മലബാറിൽ ഏറ്റവും കൂടുതൽ തമ്മാടിത്തരം വളർന്നിട്ടുള്ള കാലഘട്ടവും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതിനൊരു പരിഹാരം വേണ്ടേ? ഇതിന് പരിഹാരം എന്താണ്? ഇതിന് പരിഹാരം നമ്മൾ അങ്ങോട്ടോട് കുറ്റം പറയലാണോ? ഇതാണോ ഇതിന് പരിഹാരം? അല്ല, ഇതിന് പരിഹാരം വേണ്ടേ? സമുദായത്തിന്റെ അകത്ത് അനൈക്യമുണ്ടാക്കിയപ്പോൾ ആ അനൈക്യത്തിനെ പ്രതിരോധിക്കേണ്ടത് കാരണമായിട്ട് സമുദായത്തിന്റെ വലിയ ഒരു ശക്തി ആ ഭാഗത്തേക്ക് പോയി. അപ്പോൾ പിന്നെ കളകൾ ആ ഭാഗത്തൂടെ കയറി വന്നു. സമുദായത്തിന്റെ ശക്തി ആ ഭാഗത്തേക്ക് നീക്കപ്പെട്ടു. അനൈക്യം കൊണ്ട് സമുദായത്തിലുണ്ടായ തെറ്റ് എത്ര വലുതാണെന്ന് നാം ചിന്തിക്കണം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇത് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കണം. രാത്രി 12:30 മോഹൻലാലിന്റെ ഫിലിം റിലീസായത്. 12:30. എന്റെ ഉച്ചക്കോ പകലോ ഫിലിം റിലീസാക്കിയാൽ സിനിമ ഹാൾ അടിച്ചു പൊളിക്കുമെന്ന് പേടി. ചിന്തിക്കണം. എന്നെല്ലാം ഒരു ഫിലിം റിലീസ്, മമ്മൂട്ടിയുടെ ഒരു ഫിലിം റിലീസ് രാത്രി 12:01 റിലീസായപ്പോൾ പരപ്പനങ്ങാടി തിയേറ്ററിൽ തല്ലുണ്ടായി. എന്തുകൊണ്ട്? ടിക്കറ്റ് എടുത്ത് കയറി കുറച്ചാളുകൾ, സിനിമ ഹാൾ നിറഞ്ഞു. അത്രയും ആളുകൾ പുറത്ത്. അവസാനം പുറത്തുള്ള ആളുകൾ സിനിമ ഹാളിന് കല്ലെടുത്തെറിഞ്ഞു. പ്രശ്നമായി. പോലീസ് വന്നു. അവസാനം എന്തുണ്ടായി? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ച നടന്നു. പോലീസുകാരും പുറത്തുള്ളവരും, ഹാജിമാരെ മക്കൾ, മറ്റുള്ളവരും, എല്ലാവരും, എല്ലാ മുത്തഖീങ്ങളെ മക്കളും, 4 മണിക്ക് തന്നെ തഹജ്ജുദിന് എണീക്കുന്ന വാപ്പമാരുടെ മക്കളൊക്കെ പോലീസുമായി ചർച്ച നടത്തി. അവസാനം പോലീസുകാരും ഒരു തീരുമാനത്തിലെത്തിച്ചു. ഇനി 6 മണിക്ക് ഒരു നെക്സ്റ്റ് ഷോ വെച്ചുതരാം. 6 മണി എന്ന് പറഞ്ഞാൽ രാവിലെ, സുബഹിന്റെ നേരം കഥയേറ്റില്ല. ഒരു നെക്സ്റ്റ് ഷോ വെച്ച് തരാം, അതിന് വേറെ ആർക്കും ടിക്കറ്റ് കൊടുക്കില്ല, നിങ്ങൾക്ക് തരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാ വിട്ടത്. നിങ്ങൾ ചിന്തിക്കണം. ഇതെന്നോട് പറഞ്ഞത് താനൂർ MLA അബ്ദുറഹ്മാൻ, കണ്ടെത്താൻ അബ്ദുറഹ്മാൻ. നിങ്ങൾ ചിന്തിക്കുക. സമുദായത്തിന്റെ ഇന്നത്തെ സാഹചര്യം നമ്മൾ ആലോചിക്കണം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതിനൊരു പരിഹാരം വേണ്ടേ? ഇതിനൊരു പരിഹാരം വേണ്ടേ മുസ്ലിമീങ്ങളെ? അതിന്റെ ഭാഗത്ത് വീട് മുഴുവനും ഇന്ന് സിനിമ കൊട്ടാരമായി. എല്ലാ വീടും സിനിമ കൊട്ടാരം. സിനിമ കാണാൻ അതിനൊരു പേടിയുള്ള വിഷയമല്ല, ആർക്കും പേടിയില്ല. ചിന്തിക്കുക. സിനിമ കാണുന്നവർക്ക് പെണ്ണ് കെട്ടിച്ചു കൊടുക്കില്ലായിരുന്നു 10-25 കൊല്ലം മുമ്പ്. ഇന്ന് അതൊക്കെ സർവസ് എല്ലാ വീടുകളിലും. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി. ഗൾഫ് അധികരിച്ചപ്പോൾ, പണത്തിന് വേണ്ടി നെട്ടോട്ടമോടിയപ്പോൾ
ഞാൻ തന്നെ ഈ കളരാന്തരിയിൽ എത്ര സമയം എത്ര പ്രാവശ്യം ഈ വിഷയങ്ങൾ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അന്ന് ഇത് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് പറയേണ്ട വല്ല വിഷയം ഇതല്ലാതെ ഈ ഗൾഫിന്റെ കാര്യങ്ങൾ ഗൾഫ് അധികരിച്ചപ്പോൾ എന്തുണ്ടായി? പണത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ കുടുംബ ബന്ധം ശിഥിലമായി. ഹബീബായ നബി നമ്മോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലഖുസ്സൗത ബൈന യദയ അഹ്ലീകും, ഭാര്യയും മക്കളും കാണുന്നിടത്ത് ചാട്ടവാർ കെട്ടിവെക്കുവീൻ. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഭാര്യയും മക്കളും കാണുന്നിടത്ത് ചാട്ടവാർ കെട്ടിവെക്കണം. എന്തിന്? തല്ലാനല്ല, തല്ലുമെന്നെങ്കിലും തോന്നണം. വേണ്ടി വന്നാൽ അടിക്കുകയും വേണം. അടിക്കാൻ വേണ്ടി ഹബീബാ റസൂലുള്ളാഹി കൽപ്പിച്ചിട്ടുണ്ടല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടിക്കേണ്ട വിധത്തിൽ, അടിക്കേണ്ട പ്രായപരിധിയിൽ അടിക്കണം. നമ്മൾ ചിന്തിക്കണം. എന്നാൽ ഇതാ അടിക്കേണ്ട കൈകൾ നാടിലില്ലാതെയായി. വ്യഭിചാരവും തിന്മയും നാടാകെ അധികരിച്ചുകൊണ്ടിരിക്കുന്നു. ചിന്തിക്കേ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നോക്കൂ, ബ്ലൂ ഫിലിം എന്ന വാക്ക് പോലും കേൾക്കാത്ത ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. 25 കൊല്ലം മുമ്പ് മരിച്ചുപോയ വയസ്സന്മാർ ബ്ലൂ ഫിലിം എന്ന് കേട്ടിട്ടുണ്ടായില്ല. ഇന്ന് സർവ്വ സുലഭമായി എല്ലായിടത്തും. മൊബൈലിൽ ഒരു റീചാർജ് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയാൽ ഒരു 50 റുപ്യ കൊടുത്താൽ 3 മണിക്കൂർ 4 മണിക്കൂർ ഇരുന്ന് കാണാവുന്ന വിധത്തിൽ മൊബൈലിലേക്ക് ബ്ലൂ ഫിലിമിന്റെ കാസറ്റ് കയറ്റിത്തരും. 3 മണിക്കൂറൊക്കെ ഇരുന്ന് കാണാവുന്ന ബ്ലൂ ഫിലിം. ഇത് ക്യാമ്പസിലും ബീച്ചിലും എല്ലായിടത്തും ചെറുപ്പക്കാരും ആണുങ്ങളും പെണ്ണുങ്ങളും ഇരുന്ന് കാണാം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നോക്കൂ, മുഅ്മിനീങ്ങളായി ഇത് വളരെ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതല്ലേ? മല്ലം യഹ്തമ്മ ബിഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും ഖാല റസൂലുള്ളാഹി. ഒന്നും പറയുന്നില്ല, ഒന്നും പറയേണ്ട ലക്ഷ്യവുമല്ല. പക്ഷെ ആ പറയുന്നിടത്തുനിന്ന് പുറകോട്ട് പോകാൻ നമ്മൾ തയ്യാറുമില്ല. അതിന് നമുക്ക് ഇനി മരണാണെങ്കിൽ മരണം ഉണ്ടല്ലോ, അത് വിഷയമല്ല. മല്ലം യഹ്തമ്മ ബിഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും. മുസ്ലിമീങ്ങളെ കാര്യത്തിൽ ഒരാൾക്ക് കാര്യമായി തോന്നിയില്ലെങ്കിൽ അവൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനല്ല. മുസ്ലിമീങ്ങളെ പ്രശ്നം ഒരാൾക്ക് പ്രശ്നമായി തോന്നിയില്ലെങ്കിൽ അവൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനല്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നോക്കൂ, ശിർക്കിന്റെ മണ്ഡപങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുന്നു. ശിർക്കിന് വേണ്ടി തലവെച്ചുകൊണ്ടിരിക്കുന്നു. മൊക്കനയിട്ട പെണ്ണുങ്ങൾ വരെ വലിയ വലിയ ശിർക്കിന്റെ ആൾദൈവങ്ങളെ പാദസേവ ചെയ്യുന്ന ചിത്രം ഇവിടെ ഉണ്ടായി. ഇവിടെ തൊട്ടടുത്തൊരു മഹൽ, ഇവിടെ ഈ തൊട്ടടുത്തൊരു മഹലിൽ ഒരു ശിർക്കിന്റെ ആൾ ദൈവത്തിന്റെ കാലിന്റെ മുന്നിൽ മൊക്കനയിട്ട ഒരു പെണ്ണ് സാഷ്ടാംഗം ചെയ്യുന്ന ചിത്രം മനോരമ അച്ചടിച്ചു. ഇവിടെ അനവന്നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. കലിമത്ത് തൗഹീദിനെ ചവിട്ടി മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഈ വിഷയങ്ങൾ പരിഹരിക്കപ്പെടണം. ഇതിന്റെ പരിഹാരത്തിന് വേണ്ടി മാത്രമാണ് ബഹുമാനപ്പെട്ട ഖുർആൻ സ്റ്റഡി സെന്റർ ഒന്നാമതായി ലക്ഷ്യം വെച്ചിട്ടുള്ളത്. രണ്ടാമതായി മുസ്ലിം സമുദായം അമ്പിയാക്കൾ ലോകത്ത് നടത്തിയ ഏറ്റവും വലിയ പ്രവർത്തനം അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ. അല്ലാഹു തആല ആലിമീങ്ങളുടെ ഖാദിമീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു ആലിമീങ്ങളുടെ ഖാദിമീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ശ്രദ്ധിക്കുക, എല്ലാവരും മനസ്സിലാക്കി. അല്ലാഹു ആലിമീങ്ങളുടെ ഖാദിമീങ്ങളിൽ നമ്മെ ചേർക്കട്ടെ. എന്റെ ആലിമീൻ അമ്പിയാക്കൾ ചെയ്തത് ശ്രദ്ധിക്കുക. അമ്പിയാക്കളുടെ അനന്തരാവകാശികളാ ആലിമീങ്ങൾ. എന്താ അമ്പിയാക്കൾ ചെയ്തത്? അമ്പിയാക്കൾ ചെയ്ത തൗഹീദിന്റെ പ്രചരണമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പ്രചരിപ്പിക്കേണ്ടതില്ലേ? ഇത് പറഞ്ഞു കൊടുക്കേണ്ടതില്ലേ? നിങ്ങൾ ചിന്തിക്കുക. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അവര് മാറി വരാൻ തയ്യാറില്ലേ? നിങ്ങൾ ചിന്തിക്കുക. ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ ഒരു പ്രഭാഷണം അതൊന്നും ആരെയും കരുത്തല്ല കേട്ടോ. റബ്ബിന്റെ ഒരു തൗഫീഖ് മാത്രം. അത് നാളെ രാവിലെ എല്ലാവരും ആകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിലായി നിലനിർത്തി തരട്ടെ.
അള്ളാഹു നിലനിർത്തി തരട്ടെ. നമ്മൾ അഹങ്കരിച്ച എപ്പോഴും നഷ്ടപ്പെട്ടു. പഠിച്ചവൻ അഹങ്കാരത്തിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കോഴിക്കോട് ആവകാശവാണിയുടെ ഡയറക്ടർ CP രാജശേഖരൻ ഇരുന്ന് കേട്ടു. പ്രഭാഷണം തുടങ്ങിയത് പെട്ടെന്ന് പോകാൻ വേണ്ടി വന്നടാ. പക്ഷെ പ്രഭാഷണം അയാൾ ഇരുന്ന് കേട്ടു. ഇരുന്ന് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, ഈ 13 ദിവസത്തെ പ്രഭാഷണവും ഞാൻ ഫ്രീ ആയി 1 മാസം നെറ്റിൽ കൊടുക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കും, വളരെ ചിന്തിക്കണം. മനുഷ്യനിന്ന് മുസ്ലിമീങ്ങൾ നിരീശ്വരവാദത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെന്ത് പടച്ചവനെ എന്നൊരു പരിഹാരം എന്നല്ല. നിരീശ്വരവാദത്തിന്റെ പാഠപുസ്തകങ്ങൾ നാട്ടിൽ വിതരണം ചെയ്യുമ്പോൾ മുസ്ലിമീങ്ങൾ തന്നെ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അതിന്റെ കൂടെ നിന്ന് കൊടുക്കുന്നു. ഇത് വളരെ നമ്മെ ചിന്തിപ്പിച്ചു. ഈ ഇരിക്കുന്ന പലരെയും, ഈ സാധുവായ എന്നെയും. അതിനെന്തിനൊരു പരിഹാരം റബ്ബേ, അതിന് പരിഹാരമുണ്ടായി. അതാണ് ഈ കൊല്ലത്തെ ഖുതുബുസ്സമാന്റെ വസിയത്ത് എന്ന 2 ദിവസത്തെ പ്രഭാഷണം. ഖുതുബുസ്സമാന്റെ വസിയത്ത് എന്ന പ്രഭാഷണം. 2ാമത്തെ ദിവസം യജൂജ് മഅജൂജ് യൂറോപ്പിൽ നിന്ന് പ്രഭാഷണത്തിന്റെ CD കൊണ്ടുപോയി കേട്ട കേരള മുസൽമാന്റെ ആത്മീയ നേതാവ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ വിഷയത്തിൽ അഭിനന്ദനം അറിയിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുനവ്വർ അലി ശിഹാബ് തങ്ങളോട് പറയുകയും ബഹുമാനപ്പെട്ടവർ നമ്മളെ പ്രവർത്തകരെ വിളിക്കുകയും ചെയ്തു. കാലഘട്ടത്തിന്റെ പരിഹാരം അതാണ്. ആര് പറഞ്ഞു? നമ്മുടെയൊക്കെ സംസ്കാരത്തിന്റെ പിതാവ് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. അതന്നെ ആവശ്യം. യൂറോപ്പിൽ നിന്ന് 2 ദിവസത്തെ നമ്മളെ പ്രഭാഷണം എന്തിന്? അത് കേൾക്കണം. ഇതൊരു നമ്മൾ നടത്തിയതായതുകൊണ്ട് പറയല്ല, ഒരു വിഷയം നമ്മൾ പ്രസന്റ് ചെയ്യുക. എന്തിന്? നിരീശ്വരവാദത്തിന്റെ കൂടെ നിൽക്കുന്നു. നാട്ടിലാകെ ദജ്ജാലിങ്ങൾ വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ദജ്ജാലി എന്ന സത്യത്തിൽ ഒരാളാണല്ലോ. പിന്നാരാ ദജ്ജാലിങ്ങൾ? നിങ്ങളുടെ കൂടെ ഉണ്ടാ? നിങ്ങളുടെ കൂടെ ഉണ്ടാ? ദജ്ജാൽ ഒരാളാണല്ലോ. പിന്നെ നാടിലാകെ ദജ്ജാൽ വരുമെന്ന് എന്തേ ഹബീബായ നബി പറഞ്ഞു? അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ മാണ്ടി നോക്കിയത്. അപ്പോൾ പറഞ്ഞു, അസ്ഹാബു റൗസി ആഖിറൽ അയ്യാമി അഹ്സാബു ദജ്ജാലിൻ മിനൽ ഖുദ്ദാമി. റഷ്യൻ സംസ്കാരത്തെ സ്വീകരിക്കുന്നവരാണ് ദജ്ജാലിന്റെ ഖാദിമീങ്ങൾ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? 1844 മരിച്ചുപോയ ഖുതുബുസ്സമാൻ മമ്പർത്ത തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി. അള്ളാഹു അവരോടുകൂടെ ഫിർദൗസിൽ ചേർക്കട്ടെ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയത് 1848. ഖുതുബുസ്സമാൻ മരിച്ചത് 1844. ചിന്തിക്കുക. ഇത് കേട്ടിരിക്കുന്ന ആ CD കേൾക്കുന്ന ആയിരക്കണക്കായ കേരളത്തിലെ ബിദ്അത്തുകാർ ചിന്തിക്കും. എന്ത് ചിന്തിക്കും? ഇത് ഖുതുബുസ്സമാൻ തന്നെയാണല്ലോ എന്ന് ചിന്തിക്കും. ജമാഅത്തെ ഇസ്ലാമിയുടെ IPH പ്രസിദ്ധീകരിച്ച ഇസ്ലാമിക വിജ്ഞാനകോശത്തിൽ പോലും എഴുതിയിട്ടുണ്ട് 1844 മരിച്ചിട്ടുണ്ട്. 1844 മമ്പർത്ത് തങ്ങൾ പാപ്പ മരിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയതോ 1848. മാനിഫെസ്റ്റോ എഴുതിയ സാക്ഷാൽ കാൽമാക്സ് പറഞ്ഞതോ റഷ്യയെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല. റഷ്യ ഈ സംസ്കാരം വരുമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ജർമ്മനിയിൽ വരുന്ന പറഞ്ഞത്. അത് അദ്ദേഹത്തിന് പേക്കുകയും ചെയ്തു. എന്നാൽ ഖുതുബുസ്സമാൻ വായിച്ചില്ല. പിന്നെ 4 കൊല്ലം മുമ്പ് മരിച്ച മനുഷ്യൻ വായിച്ചില്ല. അസ്ഹാബു റൗസി ആഖിറൽ അയ്യാമി അഹ്സാബു ദജ്ജാലിൻ മിനൽ ഖുദ്ദാമി. ഞാൻ ഗേറ്റ് തുറന്നു വെച്ചിരിക്കുകയാണ്. എന്തിന്? ബിദ്അത്തിലേക്ക് പോയ ആളുകൾക്ക് ദയവായി ഗേറ്റ് തുറന്നു വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ മനുഷ്യനെ ഖുതുബുസ്സമാൻ എന്ന് പറയാനുള്ള ഒരു വേദി അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ നിഷ്പക്ഷമായി ആ കാസറ്റ് കേട്ടിട്ട് വിലയിരുത്തിക്കോളൂ. എന്നിട്ട് നിങ്ങൾ എന്നെ വിളിച്ചോളൂ. ഞങ്ങളെ പ്രവർത്തകന്മാർ ആരെയും വിളിച്ചോളൂ. ഇത് നാദാപുരത്ത് പോയിട്ട് 10 ഇല്ലാത്തടത്ത് 10 വഹാബി ഉണ്ടാക്കുന്ന പരിപാടിയല്ല. അങ്ങനെ വിചാരിക്കണ്ട. ഇതങ്ങനെയല്ല. ഇത് അപഭ്രംശം സംഭവിച്ചവരെ കാര്യം ബോധ്യപ്പെടുത്തി മടക്കുകയാണ്. അത് കഴിയൂല, മറുപടി പറയാൻ കഴിയില്ല.
തിരിച്ചൊരു മറുപടി പറയാൻ 1 1 2 എന്ന് പറയുമ്പോഴത്തെ വാക്കായി മറുപടി കഴിയില്ല. എന്തുകൊണ്ട്? ഇത് ഖുതുബുസ്സമാനല്ലേ? സുഹാബു റൗസി ആഖിറൽ അയ്യാമി അഹ്സാബു ദജ്ജാലിൻ മിനൽ ഖുദ്ദാമി. അല്ലാഹു ആ അവസ്ഥയെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നോക്കൂ, 7ാം ക്ലാസ്സിൽ പാഠപുസ്തകത്തിൽ നിരീശ്വരവാദം വിതറി. എവിടെയും നിരീശ്വരവാദം. ഒരു മതമില്ലാത്ത ജീവൻ മാത്രമല്ല, താനി നിരീശ്വരവാദം. അധിക വായനക്ക് കൊടുത്തിട്ടുള്ളത് കേദാമോദരന്റെ പാട്ടബാക്കിയ 1 പാട്ടബാക്കി എന്ന തനി നിരീശ്വരവാദം. കുട്ടി അമ്മയോട് ചോദിക്കുക, അമ്മേ ഇല്ലത്തൊക്കെ നല്ല സുഭിക്ഷതയുണ്ടല്ലോ, ഇല്ലത്തൊക്കെ നല്ല ഭക്ഷണം കഴിച്ചിട്ടാണല്ലോ വരുന്നത്, നമ്മളെന്താ അങ്ങനെ? നമ്മൾ ദരിദ്രന്മാരല്ലേ, അവർ പണക്കാരല്ലേ, അതെന്താ അമ്മേ അങ്ങനെ? അതല്ലേ ദൈവം അങ്ങനെയല്ലേ നിശ്ചയിച്ചത്. അപ്പൊ കുട്ടി അമ്മയോട് പറയാം, വല്ലാത്തൊരു ക്രൂരനായ ദൈവം തന്നെ അമ്മേ, ഞാൻ വലുതാകട്ടെ, ഈ ദൈവത്തോട് ഞാൻ പകരം വീട്ടു. കൈതാമോദരന്റെ പാട്ടബാക്കി. ചിന്തിക്കണം മുഅ്മിനീങ്ങൾ, ഇത് ചിന്തിക്കണം, മനസ്സിലാക്കണം. ഇത് നമ്മളെ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നു, ഇത് നമ്മളെ കുട്ടികളെ വിൽക്കുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ കുട്ടി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അധ്യാപകന്റെ വിശദീകരണം കേട്ടിരുന്നാല് പഠിച്ചോല്ലാന്ന് തോന്നുന്നു. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. എന്നോട് പറഞ്ഞു വിഷയം പ്രസന്റ് ചെയ്യുന്ന അധ്യാപകന്റെ വാചാലത കേട്ടിട്ട് അല്ലല്ലാന്ന് തോന്നുന്നു. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. വർഷവനെ അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. റബ്ബേ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ട് നമ്മൾ പറയാ ഇത് പള്ളി മെഹ്റാബിൽ പറയാൻ പാടില്ല. പിന്നെ എന്താണാവോ ഈ പള്ളി മെഹ്റാബ് പറയേണ്ടത്? അല്ല, എന്താ പറയേണ്ടത്? അമൃതങ്ങൾ പാപ്പ മെഹ്റാബിൽ എഴുതി, റഷ്യക്കാരെ മുസ്ലിമീങ്ങൾ പിൻപറ്റരുത് എന്ന് ഔക്കോയ വലിയ മഹാനാണ് റളിയല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം തന്നെ വലിയ മഹാനാണ്, ബഹുമാനപ്പെട്ട ഔക്കോയ പാപ്പ വലിയ മഹാനാണ്. അവരോട് പറയാം, എല്ലാരും പ്രഥമ ദൃഷ്ട്യാ കാണുന്ന സ്ഥലമാണ് മെഹ്റാബ്. ഇത് മെഹ്റാബ് തന്നെ എഴുതി വെക്കണം. ആര് പറഞ്ഞു? ഖുതുബുസ്സമാൻ പറഞ്ഞു. നമ്മൾ ഖുതുബുസ്സമാന്റെ പേരിൽ പിരിവ് നടത്താൻ മാത്രം പഠിച്ചു. നമ്മൾ ആകെ പഠിച്ചത് എങ്ങനെ പിരിക്കാം എന്നതാണ്. അതിൽ നമ്മൾ മാസ്റ്റർ പീസ് ബിരുദം വാങ്ങി, അതിൽ നമ്മൾ ഡിഗ്രി വാങ്ങി. നമുക്ക് വലിയ കുപ്പായമുണ്ടായി, കുപ്പായം നമ്മളത് മുട്ടുവരെ നീളുകയും നമ്മുടെ വേഷഭൂഷാദികൾ അധികരിക്കുകയും ചെയ്തു. അതൊക്കെ നല്ലതല്ലേ? നല്ലതാണ്. പക്ഷെ ആർക്കും അങ്ങാടിപ്പോയാൽ കിട്ടും എന്നതാണ് ശരി. അങ്ങാടിപ്പോയാൽ വേഷം ആർക്കും കിട്ടും. നിങ്ങൾ വലിയ മഹാനായിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്കത് തരാൻ പറ്റൂല എന്ന് പറയില്ല. ആർക്കും കൊടുക്കാൻ പറ്റും. അവർക്കിപ്പോ നിങ്ങൾ 2 മീറ്റർ 3 മീറ്റർ വയൽ വാങ്ങുമ്പോൾ നിങ്ങൾ 5 മീറ്റർ വാങ്ങിക്കോളൂ, നല്ല വയലാണെന്നാണ് അവിടെയുള്ള രാധാകൃഷ്ണൻ വയൽ വെക്കുന്നവൻ പറയാ. എന്തുകൊണ്ട്? അവന് പരമാവധി ചെലവാകണം. ഇത്ര തന്നെയാണ്, അത്രയാണ് അർത്ഥമുള്ളൂ മുഅ്മിനീങ്ങളെ. ഇനി ഇതാരെയും കുറ്റായിട്ട് പറഞ്ഞാണോ? അല്ല. പിന്നെ പറഞ്ഞപ്പോ കുറ്റായതാണ്. ഞാനെന്താ ചെയ്യുന്നത്? അല്ല, ഞാനെന്താ ചെയ്യുക? പക്ഷെ ഇത് ഇനിവിടെ നടക്കൂല, ഇത് നടക്കൂല, ഇത് നടക്കൂല. ജനങ്ങളെ ചൂഷണം ചെയ്യാൻ സമ്മതിക്കൂല, അത് നടക്കൂല. ഇത് പറയും. അതിന് അവസാനം എന്തായാലും നമുക്ക് പ്രശ്നവുമല്ല, അത് നമുക്ക് വിഷയമല്ല. മനുഷ്യൻ ചിന്തിക്കണം. മുഅ്മിനീങ്ങളെ, നമ്മൾ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി വലിയതാവുക. യഥാർത്ഥത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോരാൻ അത് നമുക്ക് ശ്രദ്ധയില്ല. ഡൽഹിയിൽ പോയി ചില ആളുകൾ പ്രസ്താവന ഇറക്കി, പ്രസ് കോൺഫറൻസ് നടന്നു. എന്താ? 1.5 ഏക്കർ ഭൂമിയിൽ 8 ലക്ഷം ആളുകളെ ഇരുത്തുമെന്ന്. അല്ല, മനുഷ്യന് ബുദ്ധിയുണ്ട് എന്ന് പോലും ചിന്തിക്കുന്നില്ല. പറയുന്നവർക്ക് ബുദ്ധിയില്ല, ശരിയാ. പക്ഷെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നവർക്ക് ബുദ്ധിയില്ല. അതെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട. സെൻസ്, ഒരു നേരിയ സെൻസ് എങ്കിലും. എന്താ പറയുന്നത്? 1.5 ഏക്കർ ഭൂമിയിൽ 8 ലക്ഷം ആളുകളെ ഇരുത്തുമെങ്കിൽ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്തൊരു കറാമത്തായിരിക്കും.
കാരണം എന്തുകൊണ്ട് സദസ്സുകളിൽ ഒരുപാട് ആളുകളെ കൂട്ടിയ കറാമത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കുറഞ്ഞ സ്ഥലത്ത് ദുനിയാവിലുള്ള മഹാമനുഷ്യന്മാരെ കൂട്ടുക എന്നുള്ളൊരു കറാമത്ത് ചരിത്രത്തിൽ കണ്ടിട്ടില്ല. ചിന്തിക്കുക. ഇതൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് ചൂഷണം ചെയ്യാൻ കഴിയും അതൊക്കെ നമ്മൾ ചെയ്യും. എന്നിട്ട് നന്മയുടെ വാതായനങ്ങൾ നമ്മൾ അടച്ചു വെക്കുന്നു. ഇതൊക്കെ ബോധമുള്ളവർ ചിന്തിക്കണം. ഖുർആൻ ഉണ്ടാകുമ്പോൾ അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാൻ ഇതാ ഒരു വിശുദ്ധ ഗ്രന്ഥം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് ഇരുട്ട് നീക്കിക്കളയും, അത് മനുഷ്യനെ നന്നാക്കണം. ആരെ നന്നാക്കുമാരെയും? ഖത്താബിന്റെ കഴുത നന്നായാലും ഖത്താബിന്റെ മകൻ നന്നാവില്ല എന്ന് പറഞ്ഞവനാണ് സയ്യിദുനാ ഉമർ. നന്നാക്കിയില്ലേ? ഖത്താബിന്റെ കഴുത നന്നായാലും ഖത്താബിന്റെ മകൻ നന്നാവില്ല എന്ന് പറഞ്ഞവനാണ് സയ്യിദുനാ ഉമർ. നന്നായില്ലേ? നന്നാവും. പക്ഷേ എന്തിനു വേണം? കാതിലുള്ള വക്കറിന്റെ അടപ്പുകൾ ഉണ്ടല്ലോ, ആ വക്കറിന്റെ അടപ്പ് ഒഴിവാക്കിയിട്ട് നീ മനസ്സൊന്ന് ശുദ്ധമാക്കി നോക്ക്. അടപ്പ് വീഴും ചില കാതുകളിൽ. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. നന്നാവാതെ കൺ തുറന്നൊന്ന് നോക്കി കേടാ ഉൾസാരാമോർത്താൽ ഉറങ്ങാമോ പൊട്ടാ നീ മുൻതുള്ളി പിൻചോര കട്ട പിന്നെ നീ കാട്ടം ചുമന്നൊരു കൊട്ട. കണ്ണ് തുറന്ന് അകക്കണ്ണ് തുറക്കണം. അകക്കണ്ണ് എന്നൊരു കണ്ണുണ്ട്. ഇന്ന ഫീ ദാലിക ലഇബ്റ ലിഉലിൽ അബ്സാർ എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൻ നൂറിൽ. ഇന്ന ഫീ ദാലിക ലഇബ്റത ലിഉലിൽ അബ്സാർ. ഉലുൽ അബ്സാർ അത് വേറൊരു ഭാഗം. അതാണ് അകക്കൺ തുറന്നൊന്ന് നോക്കി കേടാ ഉൾസാരമോർത്താൽ ഉറങ്ങാമോ പൊട്ട. അകക്കണ്ണ് തുറക്കണം. തുറന്നിട്ട് ഉണ്ടാവും. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചാട്ടുളി കൊണ്ട് എറിഞ്ഞ നേരത്തെ എറിഞ്ഞ നേരത്ത് വഹ്ശിയുടെ അകക്കണ്ണ് തുറന്നിട്ടുണ്ടായിരുന്നില്ല. നോക്കൂ നിങ്ങൾ, പൊട്ടിച്ചിരിച്ചു. ഹംസ റളിയല്ലാഹു അൻഹു വീഴുന്നത് കണ്ടപ്പോൾ പൊട്ടിച്ചിരിച്ചു വഹ്ശി റളിയല്ലാഹു അൻഹു. മുസ്ലിമല്ല. എന്നാൽ പിന്നെ അകക്കണ്ണ് തുറന്നു കിട്ടി. പിന്നെ കരയാ. ഹംസ റളിയല്ലാഹു അൻഹു വീഴുന്നത് കണ്ടപ്പോ ചിരിച്ചു. ആര് ചിരിച്ചു? വഹ്ശി ബിൻ ഹർബ്. ഉറക്കെ പറഞ്ഞേക്ക്. വഹ്ശി ബിൻ ഹർബ്. പിന്നെയോ? പിന്നെ കരയാന്ന് പറഞ്ഞാൽ വാസ്ബതൽ വജുദുഖ ത്വയ്അബ്റതിൻ വലാനാ മിസ്ലൽ ബഹാരി അലാ ഖദ്ദൈക വൽ അനമീ. ഈ ബൈത്ത് പാടുമ്പോഴത്തിന് എനിക്ക് വഹ്ശി റളിയല്ലാഹു അൻഹു ഓർമ്മ വരാറുണ്ട്. റളിയല്ലാഹു അൻഹു അക്ഷരാർത്ഥത്തിൽ കരഞ്ഞിട്ട് കണ്ണുനീര് പാടുണ്ടാവുക. എന്തു പറഞ്ഞാ കരയുന്നത്? ഖതൽതു ഖൈറൽ ഇബാദ്, ഏറ്റവും നല്ല മനുഷ്യനെ ഈ കൈ കൊണ്ടല്ലോ. റളിയല്ലാഹു അൻഹു. നിങ്ങൾ ചിന്തിക്കുക. എന്റെ ആദ്യം അകക്കണ്ണ് തുറന്നിട്ടുണ്ടായിരുന്നില്ല, പിന്നെ തുറന്നു. ചിന്തിക്കുക. പഠിച്ചവനെ അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. പിന്നെ കരയും. എന്നാൽ മുസൈലിമക്കെതിരെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസൈലിമയെ കള്ളപ്രവാചകനായി വാദിച്ച മുസൈലിമക്കെതിരെ ഇന്നത്തെ റിയാദിലേക്ക് പടയച്ചു സയ്യിദുനാ സിദ്ദീഖ്. ആ പടയുടെ മുന്നിൽ നടന്നു. തന്റെ പാണ്ഡവം എടുത്ത് നടന്നു. ഒളിപ്പിച്ചു വെച്ച ഒരു ചാട്ടുളി ആടിന്റെയും അകത്തുണ്ടായിരുന്നു. അങ്ങനെ നടന്നു. റിയാദിലെത്തി. യുദ്ധം കൊടുമ്പിരിയായി. 21,000 കാലാൾ പട്ടാളത്തിന്റെ അധിപനായിരുന്നു തമ്മാടിയായ മുസൈലിമ. കിട്ടി. എറിയാൻ പറ്റിയ കാലം നോക്കി നടന്നു. അവസാനം തക്കത്തിൽ കിട്ടിയപ്പോൾ കൊടുത്തൊരേറെ അവിടെ വീണു മുസൈലിമ. അപ്പോഴാണ് ചിരിച്ചു.
അപ്പോൾ പറഞ്ഞു ഖതൽതു ശർറൽ ഖൽഖി, ഖതൽതു ശർറൽ ഖൽഖി, ഏറ്റവും മോശപ്പെട്ടവനെയും ഇക്കൈ കൊണ്ട് തന്നെയാണ് കൊന്നത്, ഞാൻ പകരം വീട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അകക്കണ്ണ് തുറന്നിട്ടുണ്ടായിരുന്നില്ല ബാപ്പാക്ക്. അബൂജഹൽ, ഓർക്കപ്പറ, അബൂജഹൽ, അബൂജഹൽ അവന്റെ തലയിൽ അടപ്പായിരുന്നു, അവന്റെ ചെവിയിൽ അടപ്പായിരുന്നു, അത് കേറിയില്ല. എന്തു ചെയ്തു? നാട്ടിലുള്ള യതീമക്കളുടെ മുതൽ മുഴുവനും കട്ടെടുത്ത് തിന്നു. ആരെ? അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. എത്രയാ നാട്ടിലുള്ള യതീമക്കളെ മുഴുവനും മുതൽ അപഹരിച്ചിരുന്നത് അബൂജഹലാണ് ലഅനത്തുല്ലാഹി അലൈഹി. അങ്ങനെ എല്ലായിടത്തും കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം വലാ തഹാല്ലൂന അലാ ത്വഅമിൽ മിസ്കീൻ വതഅകുലൂന التراث أكلا لما وتحبون المال حبا جما. അബൂജഹലടക്കമുള്ള പ്രവൃത്തികളുടെ കാര്യത്തിലാണ് ഈ ആയത്തിറങ്ങിയിട്ടുള്ളത്. കട്ടതെന്ന നാട്ടിലെ മുതൽ മുഴുവനും കട്ടുന്നു, യതീമക്കളെ മുഴുവനും കട്ടു. ഒരാൾ മരിച്ചു, അയാൾക്ക് പെൺകുട്ടികളാണുള്ളത്, ആൺകുട്ടികളില്ല എന്ന് പറഞ്ഞാൽ ആ മുതൽ കബ്ജാക്കും. ആര് പോയിട്ട്? അബൂജഹലും ആളുകളും ലഅനത്തുല്ലാഹി അലൈഹി. ഇയാൾ സ്വന്തം എന്തെങ്കിലും വകയിൽപ്പെട്ട ആളാണ്, ഇന്നാലിന്റെ വകയില, ഞങ്ങൾ ഇന്നാലിന്റെ വകയിൽപ്പെട്ട ആളുകളാണ്, അയാൾ ഇന്നാലിന്റെ വകയിൽപ്പെട്ട ആളാണ്, ഞങ്ങൾക്കാണ് എന്തെങ്കിലും വേണ്ടത്, കുട്ടികൾ കൊടുക്കില്ല. പെൺകുട്ടികൾക്ക് തീരെ കൊടുക്കുമായിരുന്നില്ല, യതീമിന് കൊടുക്കില്ല. അബൂജഹലിന്റെ നിയമമായിരുന്നു, എന്റെ അശ്വപടനായി കുതിരപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്യാൻ കഴിയാത്ത ഒരാൾക്കും മുതലെടുക്കാൻ പാടില്ല. അബൂജഹൽ ഉണ്ടാക്കിയ നിയമ. അബൂജഹലിനെ പോലെയുള്ളവരും ലഅനത്തുല്ലാഹി അലൈഹി. അകക്കണ്ണ് തുറന്നില്ല. എന്തുണ്ടായി? നാട്ടിലെ മുതൽ മുഴുവനും തിന്നു മുടിച്ചു, കട്ടുമുടിച്ചു. നാട്ടിലുള്ള തമ്മാടിത്തരങ്ങൾ മുഴുവനും ചെയ്തു അബൂജഹൽ. എന്നാൽ മകന് ഖുർആന്റെ അകക്കണ്ണ് തുറന്നു. ആര്? സയ്യിദുനാ ഇക്രിമ. സയ്യിദുനാ ഇക്രിമ എന്ത് ചെയ്തു? അവസാനത്തെ വെള്ളം വരെ ദാനം ചെയ്തു. മനസ്സിലായില്ല നിങ്ങൾക്ക്? വെള്ളം ദാനം ചെയ്തു. ബഹറിലെ വെള്ളം മുഴുവനും കുടിക്കാൻ മനുഷ്യന് തോന്നുന്ന നേരമാണ്. വല്ലാത്ത ഒരു നേരാണ്, വല്ലാത്ത. മുസ്തഫാ നബി തന്നെ കൈയൊന്ന് പൊക്കി താഴ്ത്തി കണ്ട് വെയ്യ. അപ്പുറത്തൊരു മനുഷ്യർ, അതിൽ വെള്ളം ഉണ്ടായിരുന്നു. വേണോ നബി എന്ന് ചോദിച്ചു. അപ്പോൾ ഇശാറത്താക്കി വെള്ളം വേണം റസൂലുള്ളാഹിക്ക് അവസാന സമയം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, വെള്ളം വളരെ മരിക്കുന്ന നേരത്ത് മരിക്കുന്ന മനുഷ്യന് വെള്ളം കൊടുക്കൽ സുന്നത്താണല്ലോ. വെട്ടുകൊണ്ട് ശത്രുവിന്റെ വെട്ട് തട്ടി വീണു സയ്യിദുനാ ഇക്രിമ. ആരെ മകൻ? നാട്ടിലെ മുതൽ മുഴുവനും കട്ടുമുടിച്ച് നടന്ന അകക്കണ്ണ് തുറക്കാത്ത കാതിൽ വഖറുണ്ടായിരുന്നവന്റെ മകൻ, അബൂജഹലിന്റെ മകൻ. സയ്യിദുനാ ഇക്രിമ റളിയല്ലാഹു അൻഹു. ഈ മനുഷ്യനെ മുസ്ലിമീങ്ങളെ നിങ്ങൾ ചിന്തിക്കണം. അതാ യുദ്ധക്കളത്തിൽ, മൂത്തത്തെ യുദ്ധക്കളത്തിൽ വീണുപോയി മഹാനായ സയ്യിദുനാ ഇക്രിമ. ആളുകളോട് ഒരു പാത്രത്തിൽ വെള്ളവും കൊണ്ട് ഒരാൾ ഓടി വന്നു. വെള്ളം കൊടുക്കുന്ന നേരം, വെള്ളമൊഴിക്കുന്ന നേരം അതാ മറ്റു അപ്പുറത്ത് നിന്ന് വേറൊരാൾ വിളിച്ചു പറയുന്നു, അൽമാ അൽമാ, എനിക്കും തരൂ ഒരൽപ്പം വെള്ളം. കൊണ്ടുവന്ന വെള്ളത്തിലേക്ക്, പാത്രത്തിലേക്ക് നോക്കി. ഒരാൾക്ക് പോലും കുടിക്കാൻ തികയാത്ത വെള്ളമാണ്. ഞാനത് കുടിച്ചു പോയാൽ അതിന്റെ ആഹ്ലാദത്തിലും അതിന്റെ രസത്തിലും കുടിച്ചു തീർന്നു പോയാലോ, വായിലേക്ക് വീണു പോയാൽ പിന്നെ ആ മധുന് ചഷകത്തോടുള്ള താല്പര്യം കൊണ്ടും ആ മധുപാനീയത്തോടുള്ള ആഗ്രഹം കൊണ്ടും സമയത്തിന്റെ സന്ദർഭത്തിന്റെ ഗൗരവം കൊണ്ടും കുടിച്ചു തീർന്നു പോകുമല്ലോ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇക്രിമ, മഹാനായ സയ്യിദുനാ ഇക്രിമ ചുണ്ട് പൂട്ടിപ്പിടിച്ചു. ചുണ്ടവിടെ പൂട്ടിപ്പിടിച്ചു. അടുത്ത ആൾക്ക് കൊടുക്കൂ എന്ന് ഇശാറത്താക്കി സയ്യിദുനാ ഇക്രിമ. ഇതാ വ്യത്യാസം. ഒരാൾക്ക് ഖുർആന്റെ വെളിച്ചം കിട്ടിയില്ല, ഒരാൾക്ക് കിട്ടി. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ആ വെളിച്ചം നമുക്ക് കമ്മിയായിട്ടുണ്ട്, അത് പരിഹരിക്കണം. ആ വെളിച്ചം കിട്ടിയ അന്നാവും.
ഹബീബായ റസൂലുള്ളാഹിന്റെ തനി ശത്രുവായിരുന്നു ജുബൈർ ബിൻ മുത്ഇം. തനി ശത്രു എന്നാൽ തനി ശത്രു. ഹബീബായ റസൂലുള്ളാഹിനെ കാണുമ്പോഴത്തിന് മുസ്തഫായ റസൂലുള്ളാഹി അങ്ങാടിയിൽ പ്രസംഗിക്കാൻ എണീറ്റാൽ ഉടനെ ചെവി പൊത്തിപ്പിടിക്കുമായിരുന്നു അയാൾ. ജുബൈർ ബിൻ മുത്ഇം ചെവി ഇങ്ങനെ പൊത്തിപ്പിടിക്കും, ഇങ്ങനെ കുട്ടിപ്പിടിക്കും. ഒന്നും കേൾക്കണ്ട, കേട്ടാ നാശായി പോകുമെന്ന് പേടിച്ചിട്ട്. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി മഗ്രിബ് നിസ്കരിക്കുകയായിരുന്നു. പറഞ്ഞേക്ക് മഗ്രിബ് നിസ്കരിക്കുകയായിരുന്നു. ആ നേരത്തെ മഗ്രിബ് നിസ്കാരത്തിന്റെ വേദിയിലേക്ക്, ആ രംഗത്തേക്ക് കടന്നു വരേണ്ട ഒരു അവസരമുണ്ടായി ജുബൈർ ബിൻ മുത്ഇമിന്. ഹബീബിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തൂർ സൂറത്തോടുകയാ. അത് കേട്ട് ബഹുമാനപ്പെട്ട സയ്യിദിനാ ജുബൈർ ബിൻ മുത്ഇം, അന്ന് മുസ്ലിമായിട്ടില്ല ജുബൈർ ബിൻ മുത്ഇം, അതങ്ങനെ കേട്ടു. സുബ്ഹാനല്ലാഹ്. ഏഴാമത്തെ ആയത്ത് ഇന്ന അദാബ റബ്ബിക ലവാഖി. ഈ ആയത്തെത്തിയപ്പോഴത്തിന് കയ്യെന്ന് പൊക്കാൻ കഴിഞ്ഞില്ല. കൈ പൊക്കി പിടിക്കുന്നതിന് മുമ്പ് ഹബീബിന്റെ ഒത്ത് കേട്ടുപോയി, അതിന്റെ സ്വരമാധുരിയിൽ ലയിച്ചു പോയി. ഏഴാമത്തെ ആയത്ത് ഇന്ന അദാബ റബ്ബിക ലവാഖി ആയത്തെത്തിയിട്ടുള്ളൂ. അപ്പോഴത്തിന് ഫവഖഅതു ബൈന യദൈ റസൂലില്ലാഹ് فقال أشهد أن لا إله إلا الله وأشهد أنك رسول الله صلاة الله حبيب الله. മുഅ്മിനീങ്ങളെ, ഒന്നില്ലേ, മാറിയില്ലേ? ആരാ മാറാത്തത്? അല്ലാഹുവിന്റെ വെളിച്ചം കിട്ടിയാൽ മാറാത്തതാരാ? കേറ്റ് സ്റ്റീവൻസിനെ അറിഞ്ഞുകൂടെ? ഇന്നത്തെ മൈക്കിൾ ജാക്സനേക്കാൾ വലിയ പോപ്പ് സംഗീതത്തിന്റെ പിതാവായ കേറ്റ് സ്റ്റീവൻസ്. ഇന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? നീണ്ട താടി, കാൽമുട്ടിന്റെ നേരെ താഴെയുള്ള ജുബ്ബയും അണിഞ്ഞുകൊണ്ട് ലണ്ടനിൽ ജീവിക്കുന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ദാഴി കേറ്റ് സ്റ്റീവൻസ്. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ മനുഷ്യൻ ആരായിരുന്നു? പോപ്പ് സംഗീതത്തിന്റെ പിതാവ്. അദ്ദേഹം തന്നെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്, കള്ളു കുടിച്ചിട്ടും വ്യഭിചരിച്ചിട്ടും അവസാനം മാറാവ്യാധിക്ക് അടിമപ്പെട്ടു പോയി. കള്ളു കുടിച്ചും വ്യഭിചരിച്ചു. ആര്? കേറ്റ് സ്റ്റീവൻസ്. കോടിക്കണക്കിന് ഡോളറുടെ ഉടമയായിരുന്നു. ആധുനിക 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തര 20-ാം നൂറ്റാണ്ടിന്റെ ചരിത്രം കണ്ടതിൽ ഏറ്റവും വലിയ പോപ്പ് സംഗീതത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ആൾ കേറ്റ് സ്റ്റീവൻസ്. ആ മനുഷ്യന്റെ ഒരു പാട്ട് ലോകത്തെവിടെയെങ്കിലും നടന്നാൽ ഇംഗ്ലീഷുകാർ ഫ്ലൈറ്റ് ചാർജ് ചെയ്തായിരുന്നത്രേ കേൾക്കാൻ പോയിരുന്നത്. ആംസ്റ്റർഡാമിൽ നിന്നും ജനീവയിൽ നിന്നും ഫ്രാങ്ക്ഫർട്ടിൽ നിന്നുമെല്ലാം ആ മനുഷ്യന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി ഫ്ലൈറ്റ് ചാർജ് ചെയ്ത് ഇംഗ്ലീഷുകാർ ഓടി നടക്കുകയായിരുന്നു. ആ മനുഷ്യന് ഒരു സുഡാനി ഓടുന്നത് കേട്ടു. അതിന്റെ കൂടെ എന്താ? റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. മനുഷ്യനാണ് മാറ്റി. മനുഷ്യനങ്ങോട്ട് മാറിയപ്പോൾ എന്തുണ്ടായി? കലിമ ചൊല്ലി മുസ്ലിമായി യൂസുഫുൽ ഇസ്ലാം എന്ന പേര് സ്വീകരിച്ചിട്ട് എന്ത് ചെയ്തു എന്നറിയോ? താൻ പോപ്പ് സംഗീതം നടത്തിയിട്ട് ഡാൻസ് ചെയ്തും പാട്ടുപാടിയും സമ്പാദിച്ച കോടിക്കണക്കായ ഡോളറുകൾ മരവിപ്പിച്ചു. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. കോടിക്കണക്കിന് ഡോളർ ഒഴിവാക്കി. അതിനൊരു പൈസ വാങ്ങിയില്ല. ഇന്നൊരു സാധാരണക്കാരനായി ലണ്ടനിൽ ജീവിക്കുക. ദുബായിൽ ആ മനുഷ്യൻ വന്നപ്പോൾ, കേറ്റ് സ്റ്റീവൻസ് യൂസുഫുൽ ഇസ്ലാം ദുബായിൽ വന്നപ്പോൾ കണ്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അറബികൾ ഓടിക്കൂടിയിട്ട് പറഞ്ഞത്തിന് ഒരു പാട്ട് പാടിത്തരി, ഒരു പാട്ടൊന്ന് കേൾപ്പിച്ചേരി, ഏതെങ്കിലും ഒരു പാട്ട്. അപ്പോൾ ഇന്ന് പൊളിച്ചിട്ടുള്ള ഷിർവാനി പള്ളിയിലിരുന്നു. പരിസരത്ത് ജനനിബിഡമായി യൂസുഫുൽ ഇസ്ലാം വന്നിട്ടുണ്ട്, പാട്ട് പാടുന്നുണ്ട്. അമിൻ തദക്കുരിജി റാനിംബിരി സലാമി മാ സജ്ത ജംഅൻ ജറാ മിൻ മുഖ്ലതിൻ ബിദാമി മൗലായ സ്വല്ലി വസാ ഇംദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പാട്ട് കേട്ടിട്ട് അറബികൾ കരഞ്ഞു വീണു. കണ്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട്, ആ പാട്ടിൽ പങ്കെടുത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. മനുഷ്യന്മാരെ മാറിയില്ലേ? ഏറ്റവും വലിയ അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ,
അള്ളാഹു മനുഷ്യന്മാർക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ. പഠിച്ചവനെ ഫ്ലൈറ്റ് യാത്രക്കിടയിൽ ഫ്രാങ്ക്ഫർട്ടിൽ അദ്ദേഹത്തെ ഇറക്കി വിട്ടു. അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കി. നിങ്ങൾ താടി കണ്ടിട്ട് നിങ്ങൾ ടെററിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഫ്ലൈറ്റിന്റെ ബാത്തിൽ പോയിട്ട് ഞങ്ങൾ ടവലും ഞങ്ങള് ഷേവിംഗ് സെറ്റും തരാം. ഫ്ലൈറ്റിന്റെ ബാത്തിൽ പോയിട്ട് നിങ്ങൾ താടി ഒഴിവാക്കിയാൽ, നിങ്ങളുടെ ഈ ഊഷാൻ താടി ഒഴിവാക്കിയാൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങളെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്, ഇല്ലെങ്കിൽ തൊട്ടടുത്ത എയർപോർട്ടിൽ ഇറങ്ങേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ ഒഴിവാക്കൂല. അങ്ങനെ ഫ്രാങ്ക്ഫർട്ടിൽ ഇറക്കി വിട്ടു. ആരെ? യൂസുഫുൽ ഇസ്ലാമിനെ. എനിക്കോർമ്മ വരുന്നത് മഹാനായ സയ്യിദ്നാ സൽമാനുൽ ഫാരിസി പേർഷ്യയിൽ ഗവർണറായി ചെന്നപ്പോൾ പേർഷ്യക്കാർ വിരുന്നു കൊടുത്തു. വിരുന്നിനിടയിൽ ഒരു ഭക്ഷണത്തിന്റെ കഷ്ണം താഴെ വീണുപോയി. മഹാനായ സയ്യിദ്നാ സൽമാൻ വലിയ വിരുന്ന് നടക്കാണ്. പേർഷ്യക്കാരൊരു വിരുന്ന് കൊടുത്തൊരു സൽക്കാരം. അതിനിടയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു റൊട്ടി കഷ്ണം വീണുപോയി. ആ റൊട്ടി കഷ്ണം കുനിഞ്ഞെടുത്തു. ഗവർണറാണ്, എടുത്തു. എന്നിട്ട് പുറത്തു പോയി കഴുകി മടങ്ങി ആ സീറ്റിൽ വന്നിരുന്നു. ആ കഴുകിയ റൊട്ടി കഷ്ണം തിന്നു. അപ്പോൾ പേർഷ്യക്കാർ, അവർ മുമ്പേ കുറച്ച് അഹങ്കാരികളാണ്. പേർഷ്യക്കാർ മുമ്പേ അഹങ്കാരികളാണ്. അവർ പറഞ്ഞു, ഗവർണർ നമ്മളെ അപമാനിച്ചു. മുന്നിൽ വെച്ച് ഒരു താഴെ വീണ് പോയ ഒരു എച്ചിൽ കഷ്ണം എടുത്തു കൊണ്ടുവന്ന് കഴുകിയിട്ട് കഴിച്ചിട്ട് ഇവിടെ ഭക്ഷണം തികയാത്തതുപോലെ കാണിച്ചിട്ട് പുതിയ ഗവർണർ നമ്മളെ അപമാനിച്ചു എന്ന് പറഞ്ഞു പേർഷ്യക്കാർ. സൽമാന്റെ കാറിൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ കാറിൽ ഈ വാർത്ത എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആ തുറുക്കു സുന്നത ഹബീബി ലിഹൗലാഇൽ ഹംഖാ. നമ്മളെപ്പോലത്തെ കുറെ ഹംഖുകൾക്ക് വേണ്ടി നിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഞാൻ ഒഴിവാക്കുകയാണോ? ഇത് ചോദിച്ച മറ്റൊരാളാണ് യൂസുഫുൽ ഇസ്ലാം. ആ മനുഷ്യൻ നേരത്തെ കെ.ടി. സ്റ്റീവൻസ് ആയിരുന്നു. നിന്റെ മുസ്തഫ റസൂലുള്ളാഹിന്റെ സുന്നത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിവാക്കൂല, ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ ഇറങ്ങിത്തരാം എന്ന് പറഞ്ഞു കെ.ടി. സ്റ്റീവൻസ്. യൂസുഫുൽ ഇസ്ലാം അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. എന്റെയാണ് റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. അല്ലാഹുവിന്റെ വചനങ്ങൾ കേട്ട മനുഷ്യൻ മാറും. ആരും മാറാത്തത് അത് കേൾക്കരുതെന്ന് കരുതിയിട്ടാണ്. എങ്ങനും കേട്ടുപോയാക്കോ. എനിക്കൊരു സന്തോഷം, ഇതൊക്കെ കാസറ്റുകളൊക്കെ സന്ദർഭത്തിൽ അടർത്തിയെടുക്കുന്നുണ്ടെങ്കിലും അവരത് കേൾക്കേണ്ടി വരുമല്ലോ എന്നാണ്. അൽഹംദുലില്ലാഹ്, ഞാനത് സന്തോഷിക്കണാണ്. എന്തുകൊണ്ട്? അവരെ ഉപബോധ മനസ്സ് അവരെ കുറ്റപ്പെടുത്തും.